ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്തിന്റെ വീട്ടിൽ വി മുരളീധരൻ MLA ഇന്ന് സന്ദർശനം നടത്തും. സാവരിയുടെ കൊലപാതകം CBI അന്വേഷിക്കണമെന്നതാണ് BJPയുടെ ആവശ്യം. ഇതേ ആവശ്യം ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഹരിപ്പാട് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കാനിരിക്കുകയാണ്. സുധീഷ് ഗോപാൽ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുധീഷ്, എപ്പോഴാണ് BJP MLA വി മുരളീധരൻ സാവരിയ ബസന്തിന്റെ വീട്ടിലേക്ക് എത്തുക? ഒപ്പം വലിയ പ്രതിഷേധം ഇന്ന് സാവരിയുടെ സ്വന്തം നാടായ ഹരിപ്പാട് നടക്കാൻ പോകുകയാണല്ലോ. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം എപ്പോഴാണ് സുധീഷ്? ഗൗതം, ഇന്ന് വൈകിട്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നതും ഈ സാവരിയ ബസന്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് CBIക്ക് കൈമാറണം. ഇപ്പോൾ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെയാണ് ആഭ്യന്തര വകുപ്പ് ഇതിൻ്റെ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് അതിന് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിലും എല്ലാം വലിയ പോരായ്മകൾ പരിമിതികളുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്റർപോളുമായി സഹകരിച്ചതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് CBI പോലത്തെ ഒരു കേന്ദ്ര ഏജൻസിക്ക് മാത്രമേ സാധിക്കൂ. ആ സാഹചര്യം നിലനിൽക്കെ തന്നെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ ഇതിൻ്റെ അന്വേഷണം ഏൽപ്പിച്ചത് ഇത്തരത്തിൽ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമാണോ എന്ന സംശയം പോലുമാണ് ഇപ്പോൾ BJP അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആണ് വി മുരളീധരൻ ഇപ്പോൾ സാവരിയ ബസന്തിൻ്റെ വീട്ടിൽ അവരുടെ കുടുംബവുമായി ആശയവിനിമയം നടത്തുകയാണ്. എന്നാൽ കുടുംബത്തിൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ച് മാധ്യമങ്ങൾ ആരും തന്നെ അവിടേക്ക് കയറിയിട്ടില്ല. പുറത്തിറങ്ങുമ്പോൾ വി മുരളീധരൻ്റെ അടക്കം പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. BJPയും ഉന്നയിക്കുന്നത് ഇതിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറണം എന്നത് തന്നെയാണ്. ഇന്നലെ സന്ദീപ് വാചസ്പതി അടക്കം അത്തരം ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ തീരുമാനം അടിയന്തരമായി ഉണ്ടാകണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറിയെങ്കിൽ മാത്രമേ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റൂ. കേന്ദ്ര സർക്കാരിന് നേരിട്ട് CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അതിൽ നിഷ്പക്ഷമായ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ മാറണം. എങ്കിൽ മാത്രമേ സാവരിയ ബസന്തിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കൂ എന്നത് തന്നെയാണ് BJP ചൂണ്ടിക്കാണിക്കുന്നതും. ഗൗതം, ഓക്കെ.